ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ കാണുമ്പോ കണ്ട് സന്തോഷം ഞങ്ങൾക്ക് മനസ്സിൽ എന്താ വെച്ചാൽ ഇപ്പൊ ഒന്നാമത്തെ വിഷുവിന്റെ സമയമായെന്ന് വിഷുക്കണി എന്ന് പറഞ്ഞിട്ട് വിഷു കൈനീട്ടമാണ് കിട്ടിയിരിക്കുന്നത്. ഒരു സന്തോഷം. 24ാമത്തെ വയസ്സിലെ എന്താ പോകാനുള്ള കാരണം എന്തായിരുന്നു? ബിസിനസ് ഉണ്ടായി, അതിൽ കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. കടത്തെ പേടിച്ച് ആൾക്കാരെ ഫേസ് ചെയ്യണത്, ആൾക്കാരെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതാണ് അവന്റെ മുഖ്യ ഇതുണ്ടായിരുന്നത്. അത് നമ്മൾക്ക് ഇത് വിവരം അറിയിക്കാനായിട്ട് എന്തെങ്കിലും ഇത് അറിയണ്ടേ. പിന്നെ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറെ ഇവരെ കൊണ്ട് നീ ഞങ്ങൾക്ക് ജീവിതമില്ല. അല്ല, അപ്പൊ അച്ഛനും അമ്മയൊന്നും വിളിക്കാനൊന്നും ശ്രമിച്ചില്ല? വിളിക്കാനായിട്ട് ആ സമയത്ത് നമ്മളെ ഫോൺ നമ്പർ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഇരിങ്ങാലക്കുട വള്ളിവട്ടത്ത് ഷിജേഷ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു കടബാധ്യത മൂലമാണ് ഇറങ്ങിപ്പോയത്. അതിനുശേഷം ഇപ്പോൾ 19 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റാണ്. അമ്മയും അച്ഛനും ഒക്കെ 19 വർഷങ്ങൾക്ക് ശേഷം മകനെ കാണുകയാണ്. ഇതെങ്ങനെയാ സംഭവം മകനെ കണ്ടുപിടിക്കുന്നത്? മകനെ കണ്ടുപിടിച്ചത് ഞങ്ങൾക്കൊരു ചെറിയതായിട്ടുള്ളൊരു സൂചന കിട്ടി. അത് എൻ്റെ അനുജന്റെ മകൻ ഗൾഫിലുണ്ട്. അവൻ മുഖാന്തരം, അവന്റെ ഒരു കൂട്ടുകാരൻ മുഖാന്തരമാണ് ഇവന്റെ ഒരു സൂചന ഞങ്ങൾക്ക് കിട്ടിയത്. അതെങ്ങനെയാണെന്നുള്ളത് അവന് അറിയുള്ളൂ. അപ്പൊ അങ്ങനെ അവൻ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ അടിച്ചു തന്നു, ആള് ഇന്ന സ്ഥലത്തുണ്ട്, വില്ലിച്ചം പോയി അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു സൂചന തന്നു. ആ സൂചന പ്രകാരം പറഞ്ഞ് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ, ഞങ്ങൾ അന്ന് പോയപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു ചെറിയ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, അതിനെപ്പറ്റി ഞങ്ങൾ എന്ത് ചെയ്യണം. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ സ്വയം പോയി അന്വേഷിക്കാൻ തയ്യാറാണെങ്കിൽ പോയിക്കോ, അതല്ലെങ്കിൽ ഞങ്ങൾ അതിന്റെ ലൊക്കേഷൻ ടവർ അന്വേഷിച്ചിട്ട് ഞങ്ങൾ വിളിക്കാന്ന് പറഞ്ഞു, ഒരുമിച്ച് പോവാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവര് ലൊക്കേഷൻ ടവർ അന്വേഷിച്ചിട്ട് ഞങ്ങൾ വിളിച്ച്. അങ്ങനെയാണ് എൻ്റെ അനുജനും അനുജന്റെ ഒരു മകനുണ്ട്, അവന്റെ ഷിഞ്ചു എന്ന് പറഞ്ഞിട്ട്, അവര് രണ്ടാളും കൂടിയാണ് പോയാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട്. നമുക്ക് ഇരുന്ന് കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാം. എന്തുകൊണ്ട് പോയി ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കണേ. ശരിക്കും എത്രാം വയസ്സിലാണ് പോയത് ഷിജേഷ്? 24ാമത്തെ വയസ്സിലെ. എന്താ പോകാനുള്ള കാരണം എന്തായിരുന്നു? ബിസിനസ് ഉണ്ടായി, അതിൽ കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. എന്ത് ബിസിനസ് എന്തായിരുന്നു? ചെമ്മീൻ കൃഷി, പിന്നെ ഒരു ചെറിയൊരു കുറി, അങ്ങനെയൊക്കെ ഉണ്ടായി. സാമ്പത്തിക ബുദ്ധിമുട്ടായപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ മാറിയതാ. 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വരാന്നും പറഞ്ഞ് മാറിയതാ. പിന്നെ എനിക്ക് അങ്ങനെ വരാൻ പറ്റിയില്ല. അതെന്താ വരാൻ പറ്റാത്തത്? വരാൻ പറ്റാത്തത് പിന്നെ അവിടെ ഞാൻ പോയ സ്ഥലത്തെല്ലാം ഒരു പണി സെറ്റായില്ല. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായി. എവിടേക്കാ പോയത്? എവിടേക്കാ ഫസ്റ്റ് പോയത്? കോയമ്പത്തൂരാ. കോയമ്പത്തൂർ പോയി ഒരു 3 വർഷം അവിടെ പണിയെടുത്ത്. എന്ത് ജോലിയായിരുന്നു? അവിടെ ഒരു കമ്പനിയിൽ ഒരു ടൈം ഓഫീസ് ഗാർഡായിട്ട് പണിയെടുത്ത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് എന്നെ തിരുപ്പൂർക്ക് എന്റെ ഒരു ഫ്രണ്ട് കൂട്ടിട്ട് പോയി. തിരുപ്പൂർക്ക് ഒരു ബനിയൻ കമ്പനിയിൽ പോയി ഒരു സൂപ്പർ